അസ്സലാമു അലൈക്കും. തക്കല നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാഖവിയുടെ റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ജയ്ഹിന്ദ് പ്രേക്ഷകരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, ഈ വർഷം നൗഷാദ് ബാഖവി ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ജീവചരിത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മത്തിൻ്റെ 10 ഞങ്ങളോട് വിട പറഞ്ഞു. നീ റഹ്മത്ത് നൽകണേ റബ്ബേ. മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10 തുടങ്ങുകയാണ്. ഞങ്ങളിതാ ഇവിടെ അറിവ് പഠിച്ചു തുടങ്ങുന്നു റബ്ബേ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ ഉസ്താദുമാർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഈ പ്രോഗ്രാമിന് വേണ്ടി സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, പ്രത്യേകിച്ച് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് സാർ, അള്ളാഹുവെ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണം റബ്ബേ. ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി രാത്രി സമയത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹുവെ അവർക്കൊക്കെ നീ എല്ലാ നിഅമത്തും നീ പ്രദാനം ചെയ്യണം റബ്ബേ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ്ഹിന്ദ് ടി വിയിലെ സ്നേഹസമ്പന്നരും വിജ്ഞാനദാഹികളുമായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് അൽ ബയാൻ എന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അണിയിച്ചൊരുക്കുന്ന മനോഹരമായ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചരിത്രം വല്ലാതെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അടിമയായിരുന്നു, കഷ്ടപ്പെട്ടു, ഒരു കൂട്ടുകാരനെ കിട്ടി, അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കെത്തി, ഇസ്ലാം മതം സ്വീകരിച്ചു. ആരും അറിയാതെ രഹസ്യമായി ഖൽബിൽ ആ ഇസ്ലാമിയത്ത് കൊണ്ട് നടക്കുന്നു. പക്ഷേ ഉമയ്യത്ത് അബ്ദുൽ അംർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ കുറേ അന്വേഷണം നടത്തി. അപ്പോൾ മനസ്സിലായി കുറേ അടിമകളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ മുതലാളിമാരുടെ യോഗം വിളിച്ചുകൂട്ടി. വലിയ വലിയ പ്രമാണികളൊക്കെ അവിടെയുണ്ട്. അവരോടൊക്കെ ഉമയ്യത്ത് പറഞ്ഞു, എഴുന്നേറ്റ് നിന്നു, അധ്യക്ഷ പ്രഭാഷണം. ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടി എന്തിനാണെന്നറിയോ? അവർ പറഞ്ഞു, അറിയില്ല. എന്താ ഉമയ്യത്തെ? നിങ്ങളൊക്കെ ഇങ്ങനെ നടന്നോ, പണവും ഉണ്ടാക്കി വലിയ മുതലാളിമാരായിട്ട് നടന്നോ? നിങ്ങളുടെയൊക്കെ ആട്ടും തൂപ്പും കേട്ട് വളരേണ്ടുന്ന അടിമകളൊക്കെ ഇന്ന് അഹങ്കാരികളായിരിക്കുകയാണ്. ഇന്ന് വഴിയിൽ വെച്ച് അബ്ദുൽ അംർ എന്ന് പറയുന്ന അടിമ എൻ്റെ അടുത്ത് ചൂടായി. അപ്പോൾ ഒരു മുതലാളി പറഞ്ഞു, അപ്പോഴത്തന്നെ നീ അവനെ വാലെടുത്ത് വെട്ടി കൊന്നുകൂടായിരുന്നു? അവനെ അങ്ങനെ കൊല്ലാൻ കഴിയില്ല, അവൻ മുസ്ലിമായെന്നാണ് പറയുന്നത്. മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളൊക്കെ അല്ലമീൻ എന്ന് വിളിച്ച് കൊണ്ടു നടന്ന ആ അബ്ദുള്ളയുടെ മകനെ ഇന്ന് പ്രവാചകനായവർ കൊണ്ടു നടക്കുകയാണ്. എന്തു പറ്റിപ്പോയി അടിമകൾക്ക്? ഇവിടെ തലയ്ക്ക് പ്രാന്താണോ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളല്ലേ? അവർക്ക് ചിലവ് കൊടുക്കുന്നത് നമ്മളല്ലേ? നമ്മളില്ലെങ്കിൽ അവരുണ്ടോ? ആ അടിമകൾ എന്തിനാണ് ആ മുഹമ്മദിൻ്റെ പ്രാന്തൻ്റെ വാക്കുകൾ കേൾക്കാൻ പോയത്? ആകെ കലി പൂണ്ടിട്ടാണ് ഉമയ്യത്ത് സംസാരിച്ചത്. ബാക്കിയുള്ള ഓരോരുത്തരും പറഞ്ഞു, ഞാനും അറിഞ്ഞു ചില അടിമകൾ അങ്ങനെ പോയി എന്ന്. അവരെന്താണ് പറയുന്നത് ചോദിച്ചു. ഉമയ്യത്ത് പറഞ്ഞു, അടിമയും ഉടമയും ഇല്ല എന്നാണ് അവർ പറയുന്നത്. മനുഷ്യനെ അടിമയാക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്നില്ല പോലും. ഞങ്ങളും അവരും തുല്യമാണെന്ന് പോലും. എൻ്റെ അടിമയായ കറുത്ത ബിലാലും ഞാനും എങ്ങനെയാണ് തുല്യനാകുന്നത്? ഞാൻ സുന്ദരനല്ലേ? ഞാൻ പണമുള്ളവനല്ലേ? എനിക്കൊരുപാട് തോട്ടങ്ങളും മാളികകളുമില്ലേ? ഞാനെങ്ങനെയാണ് ഒന്നിനും കഴിവില്ലാത്ത എൻ്റെ ഒട്ടകത്തിൻ്റെ കാഷ്ടമെടുക്കുന്ന ബിലാലിൻ്റെ ഒരുപോലെയാകുന്നത്? എങ്ങനെയാണ്? എന്താണ് അവർ പുലമ്പുന്നത്? സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തം അടിമകളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുന്ന അടിമകളെ കൊന്നുകളയുക, അവരെ ബാക്കി വെക്കണ്ട. അതാണ് തീരുമാനം. ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അടിമയെ വെക്കണ്ട. ഓരോരുത്തരുടെയും താവളത്തിൽ കഴിയുന്ന അടിമകളെ ഇന്ന് രാത്രി തന്നെ പരിശോധിക്കുക.
ഉമയ്യത്ത് പറയാണ്, എല്ലാവരുടെയും താവളത്തിലുള്ള അടിമകളെ ഇന്ന് രാത്രി തന്നെ പരിശോധിക്കുക. അവരാരാണോ മുഹമ്മദിൻ്റെ അടുത്ത് പോയി ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായത് അറിഞ്ഞാൽ അപ്പോഴത്തന്നെ തലവെട്ടുക, ബാക്കി വെക്കുകയോ ചെയ്യരുത്. അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഒരു മുതലാളി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉമയ്യത്തെ ആദ്യം നിങ്ങളുടെ അടിമ ബിലാലിനെ തന്നെ നിങ്ങൾ വെട്ടേണ്ടി വരുമല്ലോ. ഉമയ്യത്തിന് തള്ളവിരൽ മുതൽ അങ്ങോട്ട് തരിച്ച് കയറി തുടങ്ങി. ഉമയ്യത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, എൻ്റെ ബിലാൽ എൻ്റെ വിശ്വസ്തനാണ്, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് എൻ്റെ അടിമപ്പാളയത്തിൽ കഴിയുന്നവനാണ്, ഒരിക്കലും അവൻ മുഹമ്മദിൻ്റെ കൂടെ പോവുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മുതലാളി പറഞ്ഞു, ഉമയ്യത്തെ നിങ്ങൾക്കങ്ങനെ അനുമാനിക്കാം, പക്ഷേ ബിലാൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം ബിലാൽ ആരുമറിയാതെ നിങ്ങളുടെ അടിമപ്പാളയത്തിൽ നിന്ന് ഓടി മുഹമ്മദിനെ കാണാൻ പോകുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത് രഹസ്യമായ ചർച്ചയാണ്. ഇതുകൂടി കേട്ടപ്പോൾ ഉമയ്യത്താകെ കലിപൂണ്ട് വിറച്ചു, സഹിക്കാൻ കഴിയുന്നില്ല. ഉമയ്യത്ത് അവർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു തടിക്കഷ്ണം മുമ്പിൽ വെച്ചിരുന്നു. ആ തടിയിലേക്ക് തൻ്റെ കൈകൊണ്ടടിച്ചപ്പോൾ ആ തടി രണ്ടായി പിളർന്നു പോയി എന്ന് ചരിത്രം പറയാണ്. എന്നിട്ട് കലിപൂണ്ട് ഉമയ്യത്ത് ആ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത് എന്ന് അൽബയാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയേണ്ടതില്ല എന്നറിയാം. എന്നാലും ഉസ്താദ് പറയുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് സത്യസന്ധമായി നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. കുറച്ച് വിഷമം നിറഞ്ഞ സംഭവങ്ങളായിരിക്കും പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇനി ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഏതായാലും നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. കാരണം ഓരോ മനുഷ്യർ, ഓരോ സഹാബികൾ ഇസ്ലാമിക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നതിന് പിന്നിൽ ഇതുപോലെ ഒരുപാട് കണ്ണീരിൻ്റെ ചരിത്രങ്ങളുണ്ട്. വെറുതെയല്ല അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ പറയാൻ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹു ആ മഹാന്മാരെ ഇഷ്ടപ്പെടാൻ തൗഫീക്ക് തരട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. തക്കല നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്ന അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. റമളാനിൽ പിശാചുക്കളെ ചങ്ങലക്കിടും എന്ന് ഉസ്താദ് പറഞ്ഞു. എന്നിരുന്നാലും ധാരാളം ആളുകൾ എപ്പോഴും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഏത് പിശാചിൻ്റെ വലയിൽ വീണിട്ടാണ്? ഈ ലെറ്റർ അയച്ച് ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് ആസാദാണ്, പുതിയങ്ങാടിയിൽ നിന്നും. റമളാനിൽ പിശാചിനെ ചങ്ങലക്കിടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള എല്ലാ പിശാചുക്കളെയും അള്ളാഹു പിടിച്ച് ചങ്ങലക്കിടും എന്നതല്ല. മുഹദ്ദിസീങ്ങൾ പറയുന്നത് റമളാനിൽ ചങ്ങലക്കിടുന്നത് പിശാചുക്കളിൽ തന്നെ ഏറ്റവും വലിയ മുരട് കാണിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാചുക്കളുണ്ട്, അവരെ റമളാനിൽ ചങ്ങലക്കിടുമെന്നാണ്. ബാക്കിയുള്ള ചെറിയ ചെറിയ പിശാചുക്കൾ അവരിങ്ങനെ ലോകത്ത് റമളാനിലും സഞ്ചരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് മനുഷ്യർ റമളാനിലും തെറ്റ് ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തെ അഭിപ്രായം പറയുന്നത് ഈ മനുഷ്യ ശരീരത്തിലേക്ക് പിശാച് ഒരു പൈശാചികമായ ചിന്ത ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ വ്യഭിചാരത്തിലേക്ക്, കള്ളിലേക്ക്, പലിശയിലേക്ക്, മറ്റെന്തെങ്കിലും അനാശാസ്യങ്ങളിലേക്ക് ഒരു അടുപ്പവും ചിന്തയും പിശാച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിശാചിനെ ചങ്ങലക്കിട്ട് കഴിഞ്ഞാലും ഈ ഒരു രുചി ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും, ഈ ഒരു സുഖം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. അവനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം പിശാച് കാര്യമായിട്ട് അതിൻ്റെ എഫക്റ്റ് അവൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായും അതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അവൻ അന്നേരം വഴിതെറ്റിക്കുന്നതിനും വഴിപിഴപ്പിക്കുന്നതിനും ഒരു പിശാച് വരണമെന്നോ പിശാച് ബന്ധപ്പെടണമോ ഒന്നുമില്ല. അപ്പോൾ പിശാചിനെ റമളാനിൽ ചങ്ങലക്കിട്ടിട്ട് പിന്നെ എങ്ങനെയാണ് മനുഷ്യർ റമളാനിൽ തെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് അഭിപ്രായമാണ് അതിന് പറയാനുള്ളത്. ഒന്ന്, ഈ ചങ്ങലക്കിടുമെന്ന് പറഞ്ഞത് വലിയ വലിയ പിശാചുക്കൾ, വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്ന പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസമാണ് റമളാൻ. ചെറിയ ചെറിയ പിശാചുക്കളെ റമളാനിലും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ പിശാചിനെ മുഴുവനും ചങ്ങലക്കിടും, ഒരു പിശാചും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ പൈശാചികമായി ഇവന് കൊടുത്തിരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. വ്യഭിചാരത്തിൻ്റെയും കള്ളിൻ്റെയും പലിശയുടെയും മറ്റ് അനിസ്ലാമിക പ്രവണതകളുടെയും ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് പിശാച് വരാതെ തന്നെ അവൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം റമളാൻ ആണെങ്കിലും അല്ലെങ്കിലും അതുകൊണ്ട് അവൻ സ്വാഭാവികമായും തെറ്റുകൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞിട്ടും മനുഷ്യർ തെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇങ്ങനെ ഈ രണ്ട് സംഭവം ലോകത്ത് നടക്കുന്നത് കൊണ്ടാണ്.
ഏതായാലും അള്ളാഹു ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഹ്തികാഫ് നിയ്യത്തുമായി പള്ളിയിൽ കടക്കുമ്പോൾ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇത് ചോദിച്ചത് സലീമാണ്, തിരുവനന്തപുരത്ത് നിന്ന്. നവൈത്തുൽ എഴുത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്നാണ് എഴുത്തിക്കാഫിൻ്റെ നിയ്യത്ത്. ഞാൻ ഈ പള്ളിയിൽ ഇരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി എഴുത്തിക്കാഫിനെ കരുതിയിട്ട് എന്ന് ഒരു നിയ്യത്തിൻ്റെ ഒരു ഭാഗം. നവൈത്തുൽ എഴുത്തിക്കാഫ മാ ദുംദു ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല, അത് നിയ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഞാൻ ഈ പള്ളിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന് വേണ്ടി എഴുത്തിക്കാഫിനെ കരുതുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പള്ളിക്കകത്ത് കടന്ന് എഴുത്തിക്കാഫിൻ്റെ നിയ്യത്തോടു കൂടി കടന്നാൽ അവൻ ഇരുന്നാലും കിടന്നാലും നടന്നാലും പള്ളിക്കകത്തായിരിക്കുന്നിടത്തോളം കാലം അവന് എഴുത്തിക്കാഫിൻ്റെ പൂർണ്ണമായ കൂലി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇരിക്കണം എന്നില്ല, നിസ്കരിച്ചുകൊണ്ട് തന്നെ നിൽക്കണം എന്നില്ല, ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ ഇരിക്കണമെന്നില്ല. എഴുത്തിക്കാഫിൻ്റെ നിയ്യത്തോടെ പള്ളിക്കകത്ത് കടന്നാൽ പള്ളിക്കകത്ത് ചിലപ്പോൾ നടന്നുകൊണ്ട് ദിക്ർ ചൊല്ലുന്നുണ്ടാവും, ചിലപ്പോൾ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്നുണ്ടാവും, ചിലപ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും നിയ്യത്ത് എഴുത്തിക്കാഫിൻ്റെതാണെങ്കിൽ അവൻ അതിൻ്റെ കൂലി അള്ളാഹു കൊടുക്കുന്നതാണ്. പടച്ചോൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന അമല് നമുക്ക് സ്വീകരിച്ച് നല്ല പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. പള്ളിയിൽ നിന്നും പുറത്ത് കടന്നാൽ വീണ്ടും പള്ളിയിൽ പ്രവേശിച്ചാൽ ഇഹ്തികാഫിൻ്റെ നിയ്യത്ത് പുതുക്കേണ്ടതുണ്ടോ? ഉദാഹരണത്തിന് മലമൂത്ര വിസർജനത്തിന് പുറത്തു പോയി തിരികെ വരുമ്പോൾ. ഇത് ചോദിച്ചിരിക്കുന്നത് നജീമാണ്, മലപ്പുറത്ത് നിന്നു. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് എന്താവശ്യത്തിനാകട്ടെ, അതിപ്പോൾ മലമൂത്ര വിസർജനത്തിനാകാം, ചിലപ്പോൾ അല്പം വെള്ളം കുടിക്കാനാകാം, അല്ലെങ്കിലും മറ്റെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യം ഒന്ന് വേഗം വിളിച്ചിട്ട് പെട്ടെന്ന് പോയി വന്നതാകാം. എപ്പോൾ വന്നാലും രണ്ടാമത് വരുമ്പോൾ നിയ്യത്ത് പുതുക്കണം. ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പള്ളിക്കകത്ത് എഴുത്തിക്കാഫ് ഇരിക്കുമ്പോഴാണ് പുറത്തൊരാൾ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് കുറച്ച് സാമ്പത്തികം കിട്ടാനുണ്ട് ഒരു സ്ഥലത്ത്, അല്ല ഒരാൾക്ക് ഞാൻ കാശ് കൊടുക്കാനുണ്ട്, നിങ്ങളെപ്പോലുള്ള ഒരാൾ പോയി പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി അവധി അവർ നീട്ടിത്തരും, ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോവും, ഇന്ന് അവസാന ഡേറ്റാണെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിക്കകത്ത് നിന്ന് പുറത്തിറങ്ങി ആ മനുഷ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നുപോയി. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആളല്ലേ, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകില്ലേ, ഇനി നിങ്ങൾക്ക് തിരിച്ചു വന്ന് വീണ്ടും നിയ്യത്ത് ചെയ്തെങ്കിലല്ലേ എഴുത്തിക്കാഫിൻ്റെ കൂലി കിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയുടെ റൗള ഷരീഫിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അത്രേ, അവിടെ കിടക്കുന്ന പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നത് 1000 വർഷം പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത ഒരു സാധുവായ വിശ്വാസിയായ മനുഷ്യൻ്റെ വിഷമത്തിന് പരിഹാരം കണ്ടെത്തി കൊടുക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ എഴുത്തിക്കാഫ് അത്ര മതി, ഞാൻ നിൻ്റെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നുപോയി എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ എഴുത്തിക്കാഫ് മുറിഞ്ഞു, പിന്നെ വീണ്ടും എഴുത്തിക്കാഫിൻ്റെ കൂലി കിട്ടണമെങ്കിൽ രണ്ടാമത് നിയ്യത്ത് വെച്ച് വീണ്ടും പള്ളിക്കകത്ത് കിടക്കുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക. ഇടയത്താഴ സമയം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്ന് പറയുന്നു. ഇത് ശരിയാണോ? ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് സലാഹുദ്ദീൻ റാവുത്തറാണ്, വാളകത്ത് നിന്നും. സുഗന്ധം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഗന്ധം ഒഴിവാക്കിയിട്ട് ഇസ്ലാം ഒരു കാര്യവും പറയണില്ല. ചുരുക്കത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മയ്യത്തിൻ്റെ കഫം പുടവയുടെ മുകളിൽ പോലും നല്ല സുഗന്ധം പുരട്ടണമെന്നാണ്. ഈ അടുത്ത് നിങ്ങളൊരു വാട്സപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടാവും, കഅബാലയത്തെ സുഗന്ധം കൊണ്ട് കഴുകുന്നത്. അത് വളരെ വിലപിടിപ്പുള്ള ഊദിൻ്റെ സുഗന്ധമാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്. അതൊന്നും തൊട്ട് നോക്കാൻ പോലും നമുക്കത് വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അതിന് നമുക്ക് സാമ്പത്തികം ഉണ്ടാവില്ല. അത്രയ്ക്ക് വിലപിടിപ്പുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ കഅബ എന്ന ഗേഹത്തെ കഴുകുകയാണ് അറബികൾ. സുഗന്ധത്തിന് അത്ര സ്ഥാനം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞത്, എനിക്ക് ജീവിതത്തിൽ 3 കാര്യം എൻ്റെ കണ്ണിന് കുളിർമയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി നബി തങ്ങൾ പറഞ്ഞത് അത്തീബു, സുഗന്ധം എന്നാണ്. സുഗന്ധം ഉപയോഗിക്കുന്നവൻ്റെ ദുഃഖം അള്ളാഹു മാറ്റിക്കൊടുക്കും, അവൻ്റെ ബുദ്ധി അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കും എന്നൊക്കെയാണ്. ഇരിക്കട്ടെ, അപ്പോൾ നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരൻ പകലിൽ നോമ്പ് സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സുഗന്ധം പോലും ആസ്വദിച്ച് അകത്തേക്ക് കടക്കണ്ട, അത്രയ്ക്ക് സൂക്ഷ്മത ഒരു നോമ്പുകാരന് ഉണ്ടാകട്ടെ എന്നാണ്. എന്നാൽ അത്താഴത്തിൻ്റെ സമയത്ത് ഒരു നോമ്പുകാരൻ സുഗന്ധം പുരട്ടൽ സുന്നത്താണ്, അത്താഴം സുന്നത്താണ്. അതിന് സുന്നത്ത് റമദാനിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 70 ഇരട്ടി കൂലി കിട്ടും.
ഈ നോമ്പുകാരന് അത്താഴം കഴിക്കണ സമയത്ത് ഒരല്പം സുഗന്ധം ഇങ്ങനെ പുരട്ടൽ സുന്നത്താണ്. ആ സുന്നത്ത് ചെയ്താൽ വലിയ കൂലി അള്ളാഹു നമുക്ക് തരും. അപ്പോൾ ഒരല്പം അത്ര അതിൻ്റെ ഒരു സുഗന്ധം സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോഴും ളുഹറിന് പോകുമ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. പകൽ സമയത്ത് നമ്മൾ പുരട്ടാതിരുന്നാൽ മാത്രം മതി. ഉളു എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയം വെള്ളം അകത്തേക്ക് കയറിയാൽ അത് നോമ്പ് മുറിക്കുമോ? ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് നൗഷാദാണ്, കോട്ടയത്ത് നിന്ന്. സാധാരണ ഒരു മനുഷ്യൻ ഉളു എടുക്കാൻ ചെന്നിരുന്ന് വെള്ളം വാക്കിയകത്ത് കയറ്റി മൂക്കിലിങ്ങനെ വിരൽ കൊണ്ട് കഴുകി നമ്മൾ വെള്ളം കുപ്പിളിച്ച് പുറത്തേക്ക് കളയാം. അപ്പോൾ ആ വെള്ളം അകത്തേക്ക് നമ്മൾ അറിയാതെ ഒരല്പം ഇറങ്ങി പെട്ടെന്ന് നമ്മൾ ഞെട്ടി പടച്ചവനെ വെള്ളം അകത്തിറങ്ങിയല്ലോ, അവൻ്റെ നോമ്പ് മുറിയുകയില്ല. ഇവിടെ നോമ്പ് മുറിയുന്നത് ഞാൻ ഒരു ചോദ്യത്തിന് മറുപടിയായി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഹൗദിൻ്റെ വെള്ളമാണെങ്കിലും പൈപ്പിലെ വെള്ളമാണെങ്കിലും നമ്മളതിങ്ങനെ കയ്യിലെടുത്തിട്ട് കളിച്ചിട്ട് വാക്കിയകത്ത് ഇങ്ങനെ വെച്ചിട്ട് കളിച്ചിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും വേലകൾ കാണിച്ചിട്ട് വെള്ളം അകത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഡേഞ്ചറാണ്. അത് നമ്മുടെ നോമ്പിനെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ കുളിയിലും മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിലും ഒലുവെടുക്കലിലുമെല്ലാം നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ വളരെ ശ്രദ്ധിച്ചിട്ട് അകത്തേക്കൊന്നും കടന്നു പോകാത്ത വിധത്തിലുള്ള സൂക്ഷ്മത ആ സമയത്ത് നമ്മൾ പാലിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. അൽഹംദുലില്ലാ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലോകത്ത് പറഞ്ഞു തന്നിരിക്കുന്ന അറിവ് വളരെ കുറവാണ്. വലിയ സമുദ്രത്തിൽ നിന്നും ഒരു പേന കൊണ്ട് മുക്കിയെടുക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെ അത്രയേ ഉള്ളൂ ലോകത്തിൻ്റെ അറിവ്. അതുകൊണ്ട് സംശയങ്ങൾ ആർക്കും ഉണ്ടാകാം, എല്ലാവരും പൂർണ്ണരല്ല. നിങ്ങൾ എഴുതി അറിയിക്കുന്ന സംശയങ്ങൾ കൊണ്ട് നിങ്ങൾ ചെറുതാകുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചതായി ഉസ്താദ് ചാനലിലൂടെ പറയുമ്പോൾ എൻ്റെ വില കുറയൂലേ? ആരും അങ്ങനെ ചിന്തിക്കേണ്ട. ചോദിച്ചു പഠിക്കുന്നവർക്ക് അറിവിൽ അള്ളാഹു വലിയ ബറക്കത്തും ഐശ്വര്യവുമാണ് തരുന്നത്. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യത്തിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചർ കൊല്ലം, വസ്ത്രവ്യാപാര സ്ഥാപനമാണ്. കൊല്ലം ഷങ്കേസ് ഹോസ്പിറ്റലിൻ്റെ എതിർഭാഗമാണ്. മാഷാ അള്ളാഹ്, ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സാഹിബ് എന്ന ഞങ്ങളുടെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഫാമിലിയും ഒരുമിച്ച് വളരെ വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. അള്ളാഹു അവരുടെ ഖിദ്മത്ത് സ്വീകരിക്കുമാറാകട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം, ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അൽഹംദുലില്ലാ, അദ്ദേഹം വളരെ കാലങ്ങളായി നമ്മുടെ അൽ ജവാബും അൽ ബയാനുമായി ബന്ധമുള്ളയാളാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ വെളിച്ചത്തിന് അള്ളാഹു ഒരു കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നാം പരിശുദ്ധമായ റമദാനിൻ്റെ 11ാമത്തെ തറാവീഹിലേക്ക് പ്രവേശിക്കുകയാണ്. 11ാമത്തെ തറാവീഹ് പരിപൂർണമായും നിങ്ങൾ നിസ്കരിച്ചിറങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എത്രയെന്നറിയണ്ടേ? നമ്മുടെ ഹൃദയം അള്ളാഹു പ്രകാശിപ്പിക്കുമെന്നാണ്. 11ാമത്തെ തറാവീഹിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടി ഇറങ്ങുന്നതോടുകൂടി ഹൃദയത്തെ അള്ളാഹു പ്രകാശിപ്പിക്കും. നമ്മുടെ ഹൃദയം അള്ളാഹു പ്രകാശിപ്പിക്കും. വലിയ നന്മയല്ലേ? ഹൃദയം കറുത്താൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുപ്പ് ഹൃദയത്തിലുണ്ടാവും. അത് കൂടിക്കൂടി ഹൃദയം കറുത്ത് കരുവാളിക്കും. നിറം കറുക്കുന്ന പോലെയല്ല ഹൃദയം കറുക്കുന്നത്. ഹൃദയം കറുത്താൽ മനുഷ്യൻ മൃഗത്തിൻ്റെ സ്വഭാവമാണ്. ഇവിടെ 11ാമത്തെ തറാവീഹ് പൂർണ്ണമായി നിസ്കരിച്ചിറങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്നത് ഹൃദയത്തിൻ്റെ പ്രഭയും പ്രകാശവുമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ദിക്റ് ചൊല്ലുന്നവർക്ക് 11ാമത് അള്ളാഹു കൊടുക്കുന്ന ഗുണം എന്താണ്? നമ്മുടെ ഹൃദയത്തിന് വിശപ്പുണ്ട്. ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് വിശപ്പുള്ളത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ വലിയ സന്തോഷത്തോടുകൂടി നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പാണ്. നാം ഇത്രയും നേരം ഈ ചൂടത്ത് പിടിച്ചു നിന്നതിൻ്റെ ആ വിശപ്പ് തീരാണ്. അതുകൊണ്ട് അതിൻ്റെ ആർത്തിയാണ്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിന് വിശപ്പുണ്ട്. ആ ഹൃദയത്തിൻ്റെ വിശപ്പ് അള്ളാഹു തീർത്തു കൊടുക്കുന്നത് ദിക്റ് കൊണ്ടാണ്. 11ാമത്തെ ഗുണം അതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശപ്പ് അള്ളാഹു തീർത്തു കൊടുക്കുന്നു ദിക്റ് കൊണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾ ദിക്റ് ചൊല്ലിയില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശന്ന് 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 വിശന്നിരിക്കും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അൽഹംദുലില്ലാ, നിങ്ങളിതൊക്കെ ചൊല്ലുമ്പോൾ, ലാ ഹൗല വലാ ഖുവത്ത ഒക്കെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുകയാണ്. വലിയ പുണ്യം, വലിയ മഹത്വം. അള്ളാഹു ജീവിതത്തിൽ അത് ചെയ്ത് വലിയ നേട്ടം കൈവരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റമദാനിൻ്റെ 11ാമത്തെ രാത്രിയും പകലും നിങ്ങൾ ചൊല്ലാനുള്ള ദുആ എഴുതിയെടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഇഹ്സാൻ വകരിഹ് ഇലയ്യൽ ഇസ്യാൻ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഇഹ്സാൻ വകരിഹ് ഇലയ്യൽ ഇസ്യാൻ. അതിൻ്റെ അർത്ഥം പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹബ്ബിബ് ഇലയ്യൽ ഇഹ്സാൻ, ഞങ്ങളിലേക്ക് നന്മകൾക്കൊരിഷ്ടം നീ ചേർത്ത് തരണമേ. നന്മകളിലേക്കൊരിഷ്ടം ഞങ്ങൾക്ക് നൽകണം, അല്ലെങ്കിൽ എനിക്ക് നൽകണം. ഇലയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക്, ഇലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൽകണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഇഹ്സാൻ വകരിഹ് ഇലയ്യൽ ഇസ്യാൻ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ പാപങ്ങളിലേക്ക് വെറുപ്പ് നൽകണേ റബ്ബേ. പാപങ്ങളിലേക്ക് വെറുപ്പ്, തിന്മകളിലേക്ക് വെറുപ്പ്, നന്മകളിലേക്ക് ഇഷ്ടം നൽകണമേ റബ്ബേ എന്നാണ് 11ാമത്തെ റമദാനിൻ്റെ പകലും രാത്രിയും നമ്മൾ ചൊല്ലേണ്ട ദുആ. മഗ്ഫിറത്തിൻ്റെ 10 ദുആ കുറയ്ക്കരുത്, ധാരാളം ദുആ ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിദേശ കമ്പനികളുണ്ടല്ലോ, നമ്മളൊക്കെ മക്കൾ ഒരു ജോലിക്ക് വേണ്ടി പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആ കമ്പനി പുറത്താക്കി, ഈ കമ്പനി പുറത്താക്കി, അവിടെ പരാജയപ്പെട്ടു, ഇവിടെ പരാജയപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയലില്ലേ. ഈ വിദേശ കമ്പനികൾ മുഴുവനും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് പഠിച്ച് പൂർത്തിയായി ഇറങ്ങുന്ന കുട്ടികൾക്ക് നേരിട്ട് കമ്പനി തന്നെ ജോലി കൊടുക്കുന്ന വളരെ ബൃഹത്തായ സംവിധാനം. അത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ മാറ്റുകൂട്ടുന്ന ഒന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവിടെ പോകുമ്പോൾ, അത്തരം മാറ്റുള്ള സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് മാറ്റുകൂടുന്നു. അള്ളാഹു ആ രീതിയിൽ പത്തര മാറ്റൊത്ത മക്കളായി വിദ്യാസമ്പന്നരാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. AM നൗഷാദ് ബാക്കവി, അൽ ബയാൻ, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുളം, മുടപുരം PO, ചെറിയൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ പ്രോഗ്രാമുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി, നാളെ ഇതേ സമയം ഇതേ ചാനലിൽ മഹാനായ ബിലാലുൽ മുഅദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമയ്യത്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്താണ് ചെയ്തത് എന്ന കണ്ണീരിൻ്റെ കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.